ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 44ന്റെ റിവ്യൂ. ഇന്ന് രാവിലെ തന്നെ റെന നൂറയോട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ. ആര്യന്റെ കട്ടിലിൽ നെവിൻ തമാശയ്ക്കായി ആദ്യം വന്നു കിടന്നു. നെവിൻ പോയി കഴിഞ്ഞപ്പോൾ റെന ഫാത്തിമ തമാശയ്ക്കായിട്ട് അവിടെ വന്നു കിടന്നു. അപ്പോൾ ആര്യൻ 2 കൈ കൊണ്ട് വന്ന് അവളുടെ അടുത്ത് പേടിപ്പിക്കാനായി വന്നു. തമാശയ്ക്കാണ്. അത് കണ്ട് റെന ഞെട്ടിപ്പോയി. പേടിപ്പിക്കാനായി വന്ന ഈ സംഭവം ബിന്നിയൊക്കെ വന്ന് ഇടപെട്ടപ്പോൾ അത് പീഡിപ്പിക്കാൻ വന്ന ആരോപണമാക്കി മാറ്റി. ആര്യൻ അങ്ങനെ വന്നപ്പോൾ റെനയ്ക്ക് അൺകംഫർട്ടബിളായി. എനിക്ക് സോറി വേണമെന്ന് രാവിലെ തന്നെ ആര്യന്റെ അടുത്ത് പോയി പറയുന്നുണ്ടായിരുന്നു റെന. ഒരു ടച്ച് പോലും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആര്യൻ, പക്ഷെ അൺകംഫർട്ടബിൾ ആയി പോയല്ലോ. അതുകൊണ്ട് അവസാനം ആര്യൻ ഒരു സോറിയൊക്കെ പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ സോറി പറഞ്ഞ് തീർത്തു. ബിന്നിയൊക്കെ എന്ത് മോശം ഗെയിമാണ് കളിക്കുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു. ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നു. ബിന്നിയുടെ താഴത്തിനൊത്താണ് ഇപ്പൊ റെന തുള്ളുന്നത്. മിക്കവാറും രണ്ടുപേരും ഈ ആഴ്ച പോകാൻ ചാൻസ് ഉണ്ട്. ഇന്ന് റെന കഴിയുമ്പോൾ തന്നെ അറിയാം അതൊരു അഭിനയമാണെന്ന്. ഒരു കണ്ണീര് പോലും വരുന്നില്ല. ഈ ജിസയിലും ആര്യനും റെനയൊക്കെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന അന്നേരം ഒന്നും ഇല്ലാത്ത ഒരു കംഫർട്ടബിൾ ഇല്ലായ്മ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഗെയിമിന്റെ ആയിരിക്കും. അടുത്തത് ക്യാപ്റ്റൻ ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻ എന്ന് പേര് എഴുതിയ സ്റ്റിക്കി നോട്ട് ഒരു ബോർഡിൽ ഒട്ടിക്കണം. ഏറ്റവും കൂടുതൽ ഒട്ടിക്കുന്ന ആളായിരിക്കും പുതിയ ക്യാപ്റ്റൻ. ഓണിയിലും റെനയൊക്കെ ഒട്ടിക്കുന്ന കാറ്റത്ത് പറന്ന് ചാടുന്നുണ്ടായിരുന്നു അടുത്തേക്ക്. ശരിക്കും ഒട്ടുന്നുമില്ലായിരുന്നു. റെനയൊക്കെ തുപ്പല് കൊണ്ട് ഒട്ടിക്കാൻ വരെ നോക്കി, എന്നിട്ട് നടന്നില്ല. ജിഷിനാണ് അവസാനം ജയിച്ചത്. ജിഷിന്റെ ഭാഗത്ത് ഒട്ടിക്കുന്ന ഭാഗത്ത് കാറ്റിച്ചിരി കുറവായിരുന്നു. അത് മുതലാക്കി ജിഷൻ വിജയിക്കുക തന്നെ ചെയ്തു. പുതിയ ക്യാപ്റ്റൻ അനുവിനെ കിച്ചണിലെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ തന്നെ വഴക്ക്. ഒരു ചെറിയ മല്ലിയില നിവിൻ എടുത്തപ്പോൾ അത് എടുക്കാൻ സമ്മതിക്കാതെ അനുമോൾ അത് വെക്കാൻ പറഞ്ഞിട്ട് വഴക്ക്. ഇത് ഗവനിക്കാതെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഷാനവാസ് നെവിനോട് അത് വെക്കാൻ. ഷാനവാസ് കിച്ചണിലെ ആരും അല്ല താനും. നെവിൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരു ബൗളിലുള്ള ഭക്ഷണത്തിൽ മല്ലിയില ഇട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഷാനവാസ് പെട്ടെന്ന് വന്ന് അത് തട്ടി താഴെ ഇട്ടു. അതും ഒരു കപ്പും കൂടെ പൊട്ടി. ഷാനവാസ് മനഃപൂർവ്വം പൊട്ടിച്ചതാണെന്നും എന്റെ ഭക്ഷണം തരണമെന്ന് പറഞ്ഞിട്ട് നിവിൻ. പിന്നെ അവിടെ ഭയങ്കര വഴക്കായിരുന്നു. നിവിനാണെങ്കിൽ നന്നായിട്ട് ചൂടാകുകയും ചെയ്തു. അനീഷ് വന്ന് രണ്ടുപേരെയും മാറ്റി നിർത്താൻ തുടങ്ങിയപ്പോൾ നിവിൻ താൻ മാറിക്ക്, താനാരാ ഇത് ഇടപെടാനെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും താനാരാന്നുള്ള വർത്തമാനങ്ങളും. ഷാനവാസ് പറഞ്ഞു ഞാൻ തട്ടിയിട്ടതല്ല, മല്ലിയില പിടിച്ചു വാങ്ങിയപ്പോൾ അത് സംഭവിച്ചതാണെന്ന്. മനഃപൂർവ്വം തട്ടിയിട്ടതാണെന്ന് നിവിൻ. നൂറിയും ജിഷിനും ഒക്കെ പറയുന്നു അത് ഷാനവാസ് തട്ടിയിട്ടതല്ല, പിടിച്ചു വലിച്ചപ്പോൾ വീണുപോയതാണെന്ന്. എപ്പിസോഡിൽ വ്യക്തമായിട്ട് കാണാം ഷാനവാസ് അത് തട്ടിയിട്ടതാണെന്ന്. നൂറയും ജിഷിനും ഒക്കെ കള്ളമാണ് പറഞ്ഞത്. ജിഷിന്റെ സുഹൃത്താണ് ഷാനവാസ്. നൂറയ്ക്കാകട്ടെ നെവിനോടുള്ള വ്യക്തിവിരോധം മൂലം ആദിലയും ഇത് ഏറ്റുപിടിച്ചപ്പോൾ പെങ്ങളൂട്ടി കാർഡ് എടുക്കരുതെന്ന് നെവിൻ. വൃത്തികെട്ട കാർഡ് എടുക്കുന്നത് താനല്ലെന്ന് ആദില നെവിനോട്. ഇതൊക്കെ ലൈവിലുണ്ട്. എന്ത് വൃത്തികെട്ട കാർഡാണ് ഞാൻ ഇറക്കിയതെന്ന് നെവിൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ആദില അതിന് അപ്പോൾ ഉത്തരം നൽകിയില്ല. എനിക്ക് എന്റെ കപ്പ് വേണമെന്ന് നെവിൻ ബിഗ് ബോസിനോട്. അതെനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഉള്ളതെന്നും ഷാനവാസ് മനഃപൂർവ്വം പൊട്ടിച്ചതാണെന്നും. നെവിൻ എന്നോട് നേരത്തെ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഷാനവാസ് ആദിലയോട്. അതിനിടയ്ക്ക് കിച്ചണിൽ വീണ്ടും പ്രശ്നം. വെജിറ്റേറിയനായ ജിഷൻ ചപ്പാത്തി ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്കും ചപ്പാത്തി വേണമെന്ന് റെന. ഒരു പ്രശ്നം ഉണ്ടാക്കണല്ലോ, എങ്കിലല്ലേ ഒരു ഗെയിം നടക്കൂളൂ. വെജിറ്റേറിയന്മാർക്ക് ചപ്പാത്തി ഉള്ളൂന്ന്. എങ്കിൽ ഞാനും വെജിറ്റേറിയനെ, എനിക്കും ചപ്പാത്തി മതിയെന്ന്. ഇന്നു മുതൽ ഞാൻ വെജിറ്റേറിയനാണ്. വഴക്കിനൊടുവിൽ റെനയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ച ജിഷൻ. അപ്പോൾ അത് വഴക്കിന് മൂർച്ച കൂട്ടാൻ ബിന്നി തന്റെ ചോറും മട്ടൻ കറിയും ഉരുളയാക്കി വായി വെച്ച് കൊടുക്കുന്നു. ബിന്നി കൊടുക്കുന്നത് കണ്ട് ജിഷൻ റെനയ്ക്ക് ചപ്പാത്തി കൊടുക്കില്ലെന്ന്. പിന്നെ വീണ്ടും വഴക്ക്. അത് ബിന്നിയുടെ ഭക്ഷണമാണ് എനിക്ക് തന്നതെന്ന് റെന. പിന്നെ അവസാനം ചപ്പാത്തി വീണ്ടും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ജിഷൻ സമ്മതിച്ചു. ബിന്നി ശരിക്കും കുത്തിത്തിരിപ്പിന്റെ റാണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വന്ന് അത് കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ പിന്നീട് കൊടുത്താൽ പോരെ. അടുത്തത് ജയിൽ നോമിനേഷൻ. ക്യാപ്റ്റനായ ജിഷിനെ നോമിനേഷൻ ചെയ്യാൻ സാധിക്കില്ല. നൂദില ഫാക്ടറി ടാസ്കിൽ പരാജയപ്പെട്ട നൂറ ഓൾറെഡി ഡയറക്റ്റ് നോമിനേഷനിലുണ്ട്. ഇത്തവണത്തെ നോമിനേഷന് ഒരു പ്രത്യേകതയുണ്ട്. 8 പേർ ലിവിംഗ് റൂമിൽ വെച്ചും ബാക്കിയുള്ള 7 പേർ കൺഫെഷൻ റൂമിൽ വെച്ചുമാണ് നോമിനേഷൻ ചെയ്യേണ്ടത്. പരസ്യമായി നോമിനേഷൻ ചെയ്തവർ ജിഷിൻ, ആദില, അക്ബർ, അനുമോൾ, ഷാനവാസ്, ബിന്നി, നെവിൻ, അഭിലാഷ് എന്നിവരാണ് ചെയ്തത്. അനീഷിന് ഇത്തവണയും നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രഹസനത്തിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞു അവിടെ ഇരിക്കാൻ. അനീഷ് നല്ല കുട്ടിയായി അവിടെ ഇരുന്നു. ജിഷിൻ ആക്റ്റീവല്ലെന്ന കാരണത്താൽ സാബുവാനെയും ആരോടും മിങ്കിളിംഗ് ഇല്ലാത്തതുകൊണ്ട് ലക്ഷ്മിയും നോമിനേഷൻ ചെയ്തു. ആക്റ്റീവല്ല, ചെറിയ സംഭവങ്ങളെ വലിയ സംഭവങ്ങളാക്കി മാറ്റുന്നു, ഫേക്കാണ് എന്ന കാരണത്താൽ സെലക്റ്റീവായിട്ട് ഇന്ററാക്റ്റീവ് ചെയ്യുന്നു. ആക്റ്റീവ് അല്ല, ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്ന കാരണത്താൽ ലക്ഷ്മിയുമാണ്. ആദില സെയിം ആളുകളെയും സെയിം റീസണുമാണ് പറയുന്നത്. ഷാനവാസിനെ മിസ്ബിഹേവ് ചെയ്തു നെവിൻ എന്ന കാരണം കൂടി ആദില പറയുന്നുണ്ട്. പ്രവീണിന്റെ പേരും ഇതിൽ പറയുന്നുണ്ട്. ആദിലയുടെ ഡബിൾ സ്റ്റാൻഡും നെവിനോടുള്ള വ്യക്തിവിരോധവും ഇതിൽ ശരിക്കും പ്രകടമാണ്. ഇവിടെ ശരിക്കും ആദിലയല്ല പറയേണ്ടത്. ഷാനവാസിന്റെ കാര്യം ഷാനവാസും പ്രവീണിന്റെ കാര്യം പ്രവീണുമാണ് പറയേണ്ടത്. ലക്ഷ്മി സാബുമാന്റെയും ആദിലയുടെ പേരുമാണ് പറയുന്നത്. ആദില നെവിനെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞു എന്നതാണ്
ലക്ഷ്മി മറ്റുള്ളവരുടെ വഴക്കുകളെ ഒരു ബെനിഫിറ്റിന് വേണ്ടി, അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. റെന ഷാനവാസിനെയും ഉണിയലിനെയാണ് പറയുന്നത്. ഉണിയൽ നൈസ് കൈ ആണെങ്കിലും ആക്റ്റീവ് അല്ല. ഷാനവാസ് ആകട്ടെ സ്വന്തം കാര്യം പറയാൻ ധൈര്യം കാണിച്ചില്ല, ആക്റ്റീവ് അല്ല. ഷാനവാസ് ലക്ഷ്മിയും നെവിനെയാണ് പറയുന്നത്. നെവിൻ എന്നെ മിസ്ബിഹേവ് ചെയ്തു, ഒരു റൂൾസും അനുസരിക്കുന്നില്ല. ലക്ഷ്മി ആകട്ടെ ആക്റ്റീവ് അല്ല. പിന്നെ ഉണിയലിന്റെ കാര്യം. അഭിലാഷ് ഷാനവാസിനെയും ജിസൈലിനെയും പറഞ്ഞു. നിവിൻ പോയപ്പോൾ കോംബോ പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞ ആളാണ് ഷാനവാസ്. ആ ഷാനവാസാണ് ഇപ്പോൾ നിവിനെതിരെ പറയുന്നത്. ബാത്റൂം ക്യാപ്റ്റൻസി നശിപ്പിച്ചു, അതാണ് ജിസൈലിനെതിരുള്ള കാരണം. സാബുമാനെയും ആര്യനാണ് ബിന്നി പറഞ്ഞത്. സാബുമാൻ ആക്റ്റീവ് അല്ലെന്നും ആര്യനാകട്ടെ ചുമ്മാ പേടിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നു, മോശമായ രീതിയിലും പെരുമാറുന്നു. നെവിൻ ആദിലയും ഷാനവാസിനുമാണ് പറയുന്നത്. ആദില ലവ് ലാംഗ്വേജ് മനസ്സിലാകാത്ത ആളും സ്വന്തം കാര്യത്തിൽ മാത്രം പ്രോഗ്രസ് ഉള്ളൂ എന്നും ഷാനവാസിനോട് ഒരു ഫാദർലി ടച്ച് ആയിരുന്നു തനിക്കുണ്ടായിരുന്നുവെന്നും ചീപ്പായിട്ടുള്ള ഗെയിമറാണ് ഷാനവാസ് എന്നും അക്ബർ ലക്ഷ്മിയെയും ആദിലയുമാണ് പറഞ്ഞത്. ആദില ആക്റ്റീവ് അല്ലെന്നും ടാസ്ക് മനസ്സിലാകാതെയാണ് കളിച്ചതെന്നും ലക്ഷ്മിയും ആക്റ്റീവ് അല്ലെന്നുമാണ് പറഞ്ഞത്. ഉണിയൽ ബിന്നിയെയും രന ഫാത്തിമയാണ് പറഞ്ഞത്. ബിന്നി ഇരട്ടത്താപ്പാണെന്നും അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുവെന്നും വെറുതെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും രനയെ കൊണ്ട് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിക്കുമെന്നും പറയുന്നു. രന ഫാത്തിമയാകട്ടെ എല്ലാം കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും 40 ദിവസം ജിസൈലിന്റെയും ആര്യന്റെയൊക്കെ ഫ്രണ്ടായിരുന്ന രന ബിന്നിയുടെ ഇൻഫ്ലുവൻസിൽ ഇപ്പോൾ അവർക്കിട്ട് തന്നെ പാര പണിയുന്നുവെന്നും അതിനുമ്പോൾ ആക്റ്റീവ് അല്ലെന്ന കാരണത്താൽ സാബുവിനെയും ഡബിൾ മീനിങ് പറയുന്ന കാര്യത്തിൽ ആര്യനെയും പറയുന്നു. ആര്യൻ രനയെയും ബിന്നിയെയും പറയുന്നു. ബിന്നിക്ക് ഒപ്പീനിയൻ ഇല്ല, കുത്തിത്തിരിപ്പ് സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. രന തമാശയ്ക്ക് പേടിപ്പിച്ചതിന് അൺകംഫർട്ടബിൾ എന്ന് പറയുന്നു. റെന ഫാത്തിമയെയും ബിന്നിയെയും പറയുന്നു. റെന ചീപ്പ് ഗെയിം കളിക്കുന്നു, ചുമ്മാ പ്രൊവോക്ക് ചെയ്യുന്നു. ബിന്നിയാകട്ടെ ഒരു ഗെയിമും ഇല്ല, കുത്തിത്തിരിപ്പ് സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. സാബുമാൻ രനയെയും ആര്യനെയും പറയുന്നു. രന ഇമ്മച്ചുറാണ്, കണ്ടന്റിന് വേണ്ടി നടക്കുന്നു, അടിയുണ്ടാക്കാൻ നോക്കുന്നു. ആര്യനാകട്ടെ ബ്ലണ്ടേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. നോമിനേഷന് വന്നവർ 3 വോട്ടുകളുടെ ബിന്നി, ആര്യൻ, ആദില, ഷാനവാസ്, നെവിൻ, 4 വോട്ടുകളുടെ സാബുമാൻ, റെന, 5 വോട്ടുകളുടെ ലക്ഷ്മി, പിന്നെ നൂറയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം.